ഇതാ 10,000 രൂപ. ഈശ്വര, ചേട്ടന് ഇത്രയും സഹായിക്കാൻ തോന്നിയില്ല. ഈശ്വരൻ എപ്പോഴും നല്ലവരുടെ കൂടെ ഉണ്ടായിരിക്കും അമ്മായി. സുഖമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ സാധിക്കാതെ പോയെന്ന് അമ്മാവൻ പ്രത്യേകം പറയാൻ പറഞ്ഞു. സുഖമില്ലേ? എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, വിശ്രമമില്ല. കുറച്ചുനാൾ പരിപൂർണ വിശ്രമം എടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. നല്ലയാളാ വിശ്രമിക്കുന്നത്. ഒരു നേരം ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഒന്ന് വിളിച്ചു നോക്കൂ. അച്ഛന്റെ മോളാണ് ഈ വിളിക്കുന്നത്. ഒന്നുമില്ല മോളെ. അധികം സംസാരിപ്പിക്കണ്ട മോളെ. രാധേ, ആ വക്കീലിനെ ഒന്ന് വിളിപ്പിക്ക. ഇപ്പോഴെന്തിനാ? വിധി വിധി അങ്ങനെയാണ് മോളെ. ഒന്ന് വിളിപ്പിക്കൂ. വിൽപ്പത്രം എഴുതാനായിരിക്കും, അത് വേണ്ടതാണ്. ഞാൻ ചെന്ന് വക്കീലിനെ വിളിച്ചോണ്ട് വരാം. ഓ പൊന്നമ്മയെ പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഒന്ന് അപ്പുറത്തോട്ട് പോകൂ, അവിടെ വിൽപ്പത്രം എഴുതുകയാണ്. ശങ്കരപ്പിള്ള ചേട്ടാ, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഒക്കെ ചെയ്യും. പിന്നീട് ദുഃഖിക്കരുത് പൊന്നമ്മയെ. വരും കാര്യം അറിഞ്ഞ് പ്രവർത്തിക്കണം. നമ്മുടെ കൈവിട്ട് പോയതാണ്. പൊന്നമ്മയ്ക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന് വേണുവിനോടുള്ള പ്രത്യേക സ്നേഹം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മകളുടെ ഇഷ്ടം പോലെ ചെയ്യും. കുഞ്ഞെന്താണൊന്നും മിണ്ടാത്തത്? ഈ അമ്മാവനോട് ദേഷ്യമാണോ? എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഇരുന്നു പോയതാണ്. ഞാനൊന്ന് പറഞ്ഞേക്കാം കുഞ്ഞെ. ഈ കുടുംബത്തിന്റെയും ഈ പാവപ്പെട്ട അമ്മയുടെയും ഭാവി കുഞ്ഞിന്റെ കയ്യിലാണ്. നാളെ ഒരു കാലത്ത് ഈ അമ്മ കരയേണ്ടി വന്നാൽ അതിന്റെ കാരണക്കാരി കുഞ്ഞ് തന്നെ ആയിരിക്കും. അമ്മ അവൻ ഇത്രയും പറയാനുള്ളൂ. എല്ലാരെയും അങ്ങോട്ട് വരാൻ പറഞ്ഞു. പൊന്നമേ, വിൽപ്പത്രം ഓടി വരും. വരുന്നുണ്ട്. നീ അടുത്ത് വരൂ രാധ. പൊന്നമ്മേ, നീ അടുത്ത് വരൂ. ഞാൻ എന്റെ വിൽപത്രം എഴുതി വച്ചേക്കാമെന്ന് വിചാരിച്ചു. മനുഷ്യന്റെ സ്ഥിതിയാണല്ലോ, എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം. ഞാൻ എന്റെ സകല സ്വത്തുക്കളും പകുതി വേണുവിനും പകുതി രാധയ്ക്കുമായി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്തിനാ പകുതി രാധയ്ക്ക് കൊടുക്കുന്നത്? മുഴുവനും വേണുവിന് തന്നെ കൊടുത്തേക്കണം. മുഴുവനും ഒരാളിന് കൊടുത്താലും തെറ്റൊന്നുമില്ല. എങ്കിലും എന്റെ ആഗ്രഹം തുല്യമായി കൊടുക്കണമെന്നാണ്. രാധയ്ക്കും അത് തന്നെയാണല്ലോ ഇഷ്ടം. എന്താ, അങ്ങനെയല്ലേ മോളെ? അല്ല അല്ല. മനസ്സിലായി. നിങ്ങളെ രണ്ടായി കണ്ടു കളഞ്ഞു എന്നല്ലേ? മുഴുവൻ സ്വത്തും വേണുവിന് കൊടുക്കണമെന്നായിരിക്കും. അല്ല. പിന്നെ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? അച്ഛന്റെ മുഴുവൻ സ്വത്തുക്കളും അച്ഛൻ എന്റെ പേർക്ക് തന്നെ. അതെ അച്ഛാ, അതാണ് എനിക്കിഷ്ടം. ആഗ്രഹം അതേ പാടുള്ളൂ. മോളെ, ഒരു നിമിഷ നേരത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തു പോകണം. എന്നെയും രാധയും തനിച്ചു വിട്ടിട്ട്. മോളെ രാധ, നീ എന്താണ് ഈ പറയുന്നത്? നടക്കേണ്ടതാണ് പറഞ്ഞത് അച്ഛാ. മറിച്ച് സംഭവിച്ചുകൂടാ. സംഭവിച്ചാൽ സ്വത്തുക്കൾ മാത്രമല്ല, വേണും എനിക്കില്ലാതാകും. നീ ഇത്ര മടയാണ്. ഇത്രയും കാലമായിട്ടും വേണുവിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരു കാര്യം നീ ഓർമ്മിക്കണം. കേവലം സ്വത്തുക്കൾ കൊണ്ട് മാത്രം ഒരു പുരുഷനെ തന്റേത് മാത്രമാക്കി നിർത്തുവാൻ ഒരു സ്ത്രീക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞ അതേറ്റ സ്നേഹം കൊണ്ട് ഫലമില്ലെന്നും മനസ്സിലായി. സ്വത്ത് ഇന്ന് കാണും, നാളെ കണ്ടില്ലെന്ന് വരും. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണ് ഏറ്റവും വലിയ സ്വത്ത്. പണം കണ്ണും മഞ്ഞിക്കുന്നതാണ് അച്ഛാ. മോളെന്തിനാണ് കരയുന്നത്?
ഇത്രയും കാലത്തിനിടയിൽ അച്ഛൻ മോളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് കാണിച്ചിട്ടുണ്ടോ? എന്റെ മോളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ സാധിച്ചു തരാം. പക്ഷെ അവസാനമായി അച്ഛൻ ഒന്നു മാത്രം പറയുന്നു, വീണ്ടു വിചാരമില്ലാതെ ഒന്നും പറയരുത്. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. നന്നായി ആലോചിച്ചു. എല്ലാം കൺമുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അച്ഛന്റെ മകളാണ് ഞാൻ. മോള് കരയാതിരിക്കൂ. അഡ്വക്കേറ്റ്, എന്റെ സകല സമ്പാദ്യങ്ങളും രാധയുടെ പേർക്ക് മാത്രം എഴുതി. ശ്രീകണ്ഠേശ്വരൻ രക്ഷിക്കട്ടെ.